ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതായി വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് നേരം ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മിക്സ് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വലിയൊരു സവാള കണ്ടോ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള സ്നാക്സ് ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടില്ലേ. ഈ സമയത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പെരിഞ്ജീരകം ചേർത്തിയത്. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതലായിട്ട് ഗരം മസാല ചേർത്തിയാൽ മതി കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ 2 പുഴുങ്ങിയ മുട്ട കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർക്കണത്. ഒപ്പം തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറക്കല്ലേ. ഈ ഒരു ഫില്ലിങ് ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കണത്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് മാവില്ലേ, ഇപ്പോൾ അതിൻ്റെയും ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ് തന്നെ മതിയാകും. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ഗോതമ്പ് മാവിൽ നിന്നും ചെറിയൊരു ഉരുളയാക്കി എടുത്ത ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഇത് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കൂടെ എടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൂടി എടുക്കാം. ഒത്തിരി കനം കുറച്ചിട്ടല്ല കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമുക്കിത് വേണ്ടത്. ഇനി ഇതുപോലെ നിറയെ ഹോൾസുള്ള നമ്മുടെ വീട്ടിലെ ചോറ് വറുക്കണ പാത്രമോ സ്റ്റീമറോ ഒക്കെ ഉണ്ടാവില്ലേ, ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കാം. ഇനി നമ്മളിത് എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഒത്തിരി ബലം കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുതേ. ഒത്തിരി ബലം കൊടുത്താൽ നമ്മുടെ പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. കൈകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ചപ്പാത്തി കോരി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളൂ. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുട്ടയുടെ ആ ഒരു ഫില്ലിങ്ങിലെ അതാണ് കേട്ടോ ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കണത്. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്